വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡു യു ലൈക്ക് മീ റൈറ്റ്? സോ ഗൈസ്, ഞാൻ ഇന്നൊരു പഠിക്കണ വീഡിയോ ആണ്. സോ ഗൈസ്, ഞാൻ മലയാളം ടെക്സ്റ്റ് ബുക്ക് ഈ നോട്ട്ബുക്ക് കഴിഞ്ഞിട്ട് വായിക്കാം ഗൈസ്. പിന്നെ ഞാൻ പഠിക്കണ സ്കൂള് ഇതാണ് ഗൈസ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റൂലായിരിക്കും. സോ ഞാൻ എൻ്റെ മടിയിൽ വെച്ചിട്ട് കാണിക്കാം. സോ ഇതാണ് ഗൈസ്, സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂൾ താമരച്ചാൽ. തല തിരിഞ്ഞാണ് ഇരിക്കുന്നത്, ഇങ്ങനോട് ചേരാം. സോ ഗൈസ്, ഇതിങ്ങനെയാണ് ഗൈസ്, കണ്ടോ? ഇത് നിങ്ങളുടെ ഫോൺ തല പിടിച്ച് ഞാനിക്കാണെങ്കിൽ പെട്ടിയായിരിക്കും ഗൈസ്. ഇതാട്ടോ ക്യാമറ. ഇവിടെ അടിയിലാണ് ക്യാമറ, മുകളിലാണ് മറ്റേ ഇതൊക്കെ ചെയ്യുന്നത്. സോ ഗൈസ്, ഇതാണ് സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂൾ താമരച്ചാൽ. സോ ഗൈസ്, എനിക്കാണ് ഇത് തല തിരിഞ്ഞിരിക്കണത്. സോ ഞാൻ ഫോൺ നേരെയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ പഠിത്തത്തിലേക്ക് പോകാം ഗൈസ്. കണ്ടോ, നോട്ട്ബുക്ക്. സോ ഗൈസ്, നോട്ട്ബുക്കിനേക്കാളും നല്ലത് ടെക്സ്റ്റ് ബുക്കാണ് ഗൈസ്. ഞാൻ ഒരു ചാപ്റ്റർ തന്നെ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ്: ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. സോ ഗൈസ്, ഈ സ്ലോ മോഷൻ കൊള്ളൂലല്ലേ, ഞാൻ സ്പീഡിൽ പാടാം. ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ല നൽപ്പും പാറ്റകളെ ഇതിലെല്ലാം മേൽക്കുമേൽ ഇങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അയ്യോ പോയി കൂടിക്കളിപ്പാനമ്മേ വയ്യ എനിക്ക് പറപ്പാൻ, അകത തിങ്ങനെ എണ്ണി ചുമ്മാ മാൾ കൊലയെന്നു മലുണ്ണി, പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ, അമ്മട്ടില്ലായതെന്നാൽ ഞാനൊരു ഉമ്മ തരാം അമ്മ ചൊന്നാൽ നാം ഇങ്ങറിയുവതൽപ്പം എല്ലാം അമ്മനദേവ സങ്കല്പം. സോ ഗൈസ്, ചാപ്റ്റർ ഇതാണ്. ചാപ്റ്റർ സോ ഗൈസ്, എനിക്ക് ഇങ്ങനത്തെ ഒച്ച ഉണ്ടാക്കാൻ പറ്റും. സോ ഗൈസ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡു കറക്റ്റ്. സോ ഗൈസ്, ഇതാണ് ആ ചാപ്റ്റർ. സോ ഗൈസ്, പിന്നെ ഞാൻ ആ ആശുപത്രിയിൽ പോയപ്പോൾ ഒരു ഷോർട്ട് എടുത്തിട്ടുണ്ടായി. ആ ഷോർട്ടിൽ ഞാൻ പറഞ്ഞു ആരും കമൻ്റ് ഇടുന്നതാണ്. അതൊരു സത്യമാണ് ഗൈസ്, ആരും കമൻ്റ് ഇടില്ല, ഒരു കമൻറ്റ് പോലും ഇല്ല ഗൈസ്. സോ ഗൈസ്, നമ്മുടെ ചേട്ടൻ ഇവിടെ കുളിച്ച് വന്നിട്ടൊക്കെ ഉണ്ട് ഗൈസ്. സോ ഗൈസ്, നമുക്ക് നേരെ പഠിത്തത്തിലേക്ക് വരാം. സോ ഗൈസ്, ഇതാണ് അഡ്മിറ്റ് കാർഡ്. അത് ഫീസ് അടച്ചാൽ മാത്രമാണ് കിട്ടുള്ളൂ. എൻ്റെയും ചേട്ടൻ്റെയും കൂടി ഫീസ് കൂട്ടുമ്പോൾ 80,000 രൂപയാവും ഗൈസ്, 80,000. സോ നമുക്ക് നേരെ പഠിത്തത്തിലേക്ക് പോവാം. ടെക്സ്റ്റ് ബുക്ക് ഞാൻ വേറെ ഒരു വീഡിയോ കാണിച്ചു തരാം. നമുക്ക് നോട്ട്ബുക്കിലേക്ക് പോവാം ഗൈസ്. സോ ഗൈസ്, നമ്മളെ ഫസ്റ്റ് നമ്മൾ എഴുതിക്കേണ്ട ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ഗൈസ്. സോ ഗൈസ്, ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് വെച്ചാൽ ആനയുടെ സ്നേഹം എന്നാണ് ഈ ചാപ്റ്റർ. ഞാൻ പിന്നെ 3ാം ക്ലാസ്സിലാണ് ഗൈസ് പഠിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ പേര് ഓർമ്മയുണ്ടാവും, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടാണ്. സോ ഗൈസ്, മൈ നെയിം ഈസ് ആരവനൂപ്. സോ നേരെ ഞാൻ വേണമെങ്കിൽ സ്പെല്ലിംഗ് കൂടിയും പറയാം ഗൈസ്. AARAVANOOP. സോ ഗൈസ്, അതാണ് എൻ്റെ സ്പെല്ലിംഗ്. സോ നമുക്ക് നാളെ ആനയുടെ സ്നേഹം ചാപ്റ്ററിലേക്ക് പോകാം. സോ ആദ്യം തന്നെ വരുന്നത് ചേർത്ത് എഴുതുകയാണ് ഗൈസ്. സോ ഞാൻ പറയും: കാഴ്ച പ്ലസ് കുറവ് കാഴ്ചക്കുറവ്, തൊട്ട് പ്ലസ് അരികിൽ തൊട്ടരികിൽ, ചാരി പ്ലസ് ഇരുന്ന് ചാരി ഇരുന്ന്, ഓടി പ്ലസ് എത്തി ഓടിയെത്തി. സോ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് വായിച്ചത്. അതെ ഗൈസ്, ഇവിടെ മുതൽ ഇവിടെ വരെ. സോ ഇനി നമുക്ക് ഉത്തരം എഴുതുകയായിരിക്കും, അതായത് ക്വസ്റ്റ്യൻ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: മുത്തച്ഛനു പറ്റിയ അബദ്ധം എന്താണ് ഗൈസ്? ഉത്തരം: പാറയാണെന്നു കരുതി ആനയുടെ മുതുകിൽ ചാരി ഇരുന്നുറങ്ങി. സോ ഗൈസ്, അതാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ.
പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകും. ഗ്രാമവാസികൾ എങ്ങനെയാണ് സന്തോഷം പ്രകടിപ്പിച്ചത്? സോ ഗൈസ്, ഉത്തരമാണ് ആനയ്ക്ക് പഴവും ശർക്കരയും കരിക്കുമൊക്കെ നൽകിയാണ് ഗ്രാമവാസികൾ സന്തോഷം പ്രകടിപ്പിച്ചത്. സോ ഗൈസ്, നമ്മുടെ അടുത്ത ചാപ്റ്റർ ഗൈസ്, സോ നമ്മൾ 1ാം ചാപ്റ്റർ എത്തിയിട്ടുണ്ട്. സോ സെക്കൻഡ് ചാപ്റ്ററാണ്, നോട്ട്ബുക്കിൽ സെക്കൻഡ് ചാപ്റ്ററാണ്, പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്ററാണ്. അത് ഞാൻ നിങ്ങൾക്ക് ബൈ ഹാർട്ടായി പാടിത്തന്നാണ്. പറന്നു പോകുന്ന പൂക്കൾ എന്നാണ് ഗൈസ് ചാപ്റ്ററിൻ്റെ പേര്. സോ ഗൈസ്, നമുക്ക് നേരെ പിരിച്ചെഴുതിലേക്ക് പോകാം. അതായത് ചേർത്ത് എഴുതും എന്നിട്ട് അത് പിരിച്ച് മാറ്റും. സോ ഫസ്റ്റ് 1 ആണ് പറന്നമ്മേ. പറന്ന് പ്ലസ് അമ്മ. നിനക്കുണ്ണി, നിനക്ക് പ്ലസ് ഉണ്ണി. പിന്നെ എന്തൊരു, എന്ത് പ്ലസ് ഒരു, അത് ഭയങ്കര ഈസി. പിന്നെ തരാമമ്മേ, തരാം പ്ലസ് അമ്മ. പിന്നെ വയ്യ എനിക്ക്, അത് ഭയങ്കര പാടാണ്. വയ്യ എനിക്ക്, വയ്യ പ്ലസ്. സോ ഗൈസ്, നമ്മുടെ ഉത്തരവാദിത്തത്തിലേക്ക് പോവാം. സോ മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ. സോ അതൊന്ന് റിയൽ ഷേക്ക് ആയിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പൂമ്പാറ്റകളെ കണ്ടപ്പോൾ കുട്ടിക്ക് എന്താണ് തോന്നിയത്? സോ നമുക്ക് നേരെ ഉത്തരത്തിലേക്ക് പോവാം. പൂക്കൾ പറക്കുന്നതായിട്ടാണ് തോന്നിയത്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പൂമ്പാറ്റകളെ കണ്ടപ്പോൾ കുട്ടിക്കുണ്ടായ ആഗ്രഹം എന്താണ്? സോ ഗൈസ്, ഉത്തരം ഈ ഉത്തരം കൂടി കഴിയുമ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. സോ ഉത്തരം എന്താണെന്ന് വെച്ചാൽ പറക്കണമെന്ന ആഗ്രഹമാണ് ഉണ്ടായത്. സോ ഗൈസ്, ഞാൻ വേറൊരു വീഡിയോ ഇപ്പം തന്നെ ഇടാം. ഇതിൻ്റെ ബാക്കിയായി ഇതുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ബൈ.